വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 363 ചോദ്യം നോക്കാം. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഓഡിറ്റ്, ദ ഓഡിറ്റർ ഹാസ് ടു അവാർഡ് ദ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓഡിറ്റ് സ്കെഡ്യൂൾ, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് മെമ്മോ, ഓഡിറ്റ് നോട്ട്, ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റർ ഹാസ് ടു അവാർഡ്. ഓഡിറ്റർ ഒരു ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ കൊടുക്കും. അതെന്തിലാണ് കൊടുക്കുക? ഓഡിറ്റ് മെമ്മോയിലാണ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓഡിറ്റ് മെമ്മോ എന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഓവർ ഡ്യൂസ് ഇൻ ദ കേസ് ഓഫ് ക്ലാസ് ബി ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. പല കാറ്റഗറി ആയിട്ട് സൊസൈറ്റീസിനെ തരംതിരിക്കുമല്ലോ. സോ അതുകൊണ്ട് ക്ലാസ് ബി ടൈപ്പ് ഓഫ് സൊസൈറ്റീസിൽ ഓവർ ഡ്യൂസ് ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് കൂടാൻ പാടില്ല? 50, 40, 30, 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് 25% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് മാർക്സ് അലോട്ടഡ് ടു നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ബീയിങ് ക്ലാസിഫൈഡ് ഗോസ് ടു. ഉയർന്ന മാർക്ക് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിന് അലോട്ട് ചെയ്യുന്ന ഉയർന്ന മാർക്ക് ഏത് ഭാഗത്താണ് കൊടുക്കുന്നത് എന്നാണ്. പല പല കാറ്റഗറിയിലും ഇത്ര മാർക്കുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ഭാഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ, എക്സ്റ്റെൻഡ് ഓഫ് ബിസിനസ് ഡൺ ആണോ, റെക്ടിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിഫക്ട്സ് ആണോ, ജനറൽ വർക്കിംഗ് ആണോ, ഏതിലാണ് ഹയസ്റ്റ് മാർക്സ് അലോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ഓഫ് ബിസിനസ് ഡൺ ആണ് കേട്ടോ. അവിടെയാണ്, ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു കൂടുതലായിട്ട് മാർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ കാര്യം, മോഡൽ എക്സാമിൻ്റെ കാര്യം ആരും മറക്കരുത്. എക്സാം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 20 സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100 രൂപയാണ്. അതുപോലെ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, വാട്സപ്പ് ചെയ്യുക. 366 ക്വസ്റ്റ്യൻ. ഇഫ് എനി ഡൗട്ട് എറൈസസ് ആസ് ടു വിച്ച് കാറ്റഗറീസ് എ പർട്ടിക്കുലർ കോപ്പറേറ്റീവ് ഈസ് ഇൻക്ലൂഡഡ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീസ്, അല്ലെങ്കിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ദ മാറ്റർ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണോ, ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ടീമാണോ, രജിസ്ട്രാർ ആണോ, അഡീഷണൽ ഡയറക്ടറാണോ? അപ്പോൾ ഓഡിറ്റുമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അവിടെ DC ആണ് ഹയർ അതോറിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണ് അത് തീരുമാനിക്കുന്നത്. ഇഫ് എനി ഡൗട്ട് എറൈസസ് ആസ് ടു വിച്ച് കാറ്റഗറീസ് എ പർട്ടിക്കുലർ കോപ്പറേറ്റീവ് ഈസ് ഇൻക്ലൂഡഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ഓഡിറ്റ് ഫീസ് ദ മാറ്റർ ഷാൾ ബി ഡിസൈഡഡ് ബൈ ദ DCA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ദ ഓഡിറ്റർ മസ്റ്റ് സബ്മിറ്റ്. ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അയാൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? രജിസ്ട്രാർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? രജിസ്ട്രാർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇൻ ദ കേസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ദ ഓഡിറ്റർ മസ്റ്റ് സബ്മിറ്റ് എ സ്പെഷ്യൽ റിപ്പോർട്ട് ടു. ആർക്കാ സ്പെഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? രജിസ്ട്രാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ബിഫോർ ദ ഓഡിറ്റർ. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് മേജറായിട്ടുള്ളത്? ഇന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ് റെസ്പോൺസിബിൾ? എൻഷുർ ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം? സെക്രട്ടറിയാണ് അല്ലേ. സെക്രട്ടറി പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ആർക്ക് മുൻപാകെയാണ് സമർപ്പിക്കുന്നത്? അവരാണ് പിന്നെ അത് ഓഡിറ്റർക്ക് കൈമാറുന്നത് അല്ലേ. അപ്പോൾ ആരെയാണ് സമർപ്പിക്കുന്നത്? ബോർഡിന് മുന്നിലാണ് വെക്കുന്നത്. ഓക്കെ, ബോർഡാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അത് ഓഡിറ്റർക്ക് സമർപ്പിക്കേണ്ടത് ബോർഡിൻ്റെ ചുമതലയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ അതോറിറ്റി ഫോർ അപ്പോയിൻറ്റിംഗ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റിങ്ങിനുള്ള ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ? ടു ഗെറ്റ് ഇറ്റ്സ് ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഈസ് വെസ്റ്റഡ് വിത്ത്. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ ഓഡിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട്
അപ്പോയിൻറ്റിങ് അതോറിറ്റി ആരാണ്, അതായത് അതിന് വേണ്ടിയിട്ടുള്ള പാനലൊക്കെ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, DCA ആണ് അല്ലേ. പാനലൊക്കെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് DCA ആണ്. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ജനറൽ ബോഡിയാണോ, മാനേജിങ് കമ്മിറ്റി ആണോ, രജിസ്ട്രാർ ആണോ, ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണോ, ആരാണ്, ജനറൽ ബോഡിയാണ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ദ അതോറിറ്റി ഫോർ അപ്പോയിൻറ്റിംഗ് ഓഡിറ്റേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഗെറ്റ് ഇറ്റ്സ് അക്കൗണ്ട് ഓഡിറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഈസ് വെസ്റ്റഡ് വിത്ത് ദ ജനറൽ ബോഡി എന്നാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലല്ലേ പല ടൈപ്പ് ആൻസർ, അതായത് DCA ആണെന്നുള്ള ഒരു ആൻസർ ഈ പറഞ്ഞ പോലെ വരാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഉണ്ട്, DCA ഉണ്ട്, ബോർഡ് ഉണ്ട്, CEO ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബോർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു പ്രൈമറിലി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ പ്രസൻറ്റ് 2024 കീയാണ്, ആൻസർ കീ പ്രകാരം ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻ ഡാഷ് ഓഡിറ്റ്, ഏത് ഓഡിറ്റിലാണ് ദ ഓഡിറ്റേഴ്സ് ഇൻ അഡീഷൻ ടു, കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സി വെദർ മാനേജ്മെൻറ്റ് ക്യാരീസ് ഔട്ട് ദ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അഡീഷണലായിട്ട് നോക്കുന്നത് ഏതാണ്, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണോ, കോസ്റ്റ് ഓഡിറ്റ് ആണോ, മെക്കാനിക്കൽ ഓഡിറ്റ് ആണോ. ഏത് ഓഡിറ്റിലാണ് മാനേജ്മെൻറ്റ് ക്യാരീസ് ഔട്ട് ദ ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഏതിലായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റാണ് കേട്ടോ. അടുത്തത് ഇൻ ടീം ഓഡിറ്റ് ദ റെസ്പോൺസിബിലിറ്റി ടു കൺസിഡർ ഓഡിറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത്. ടീം ഓഡിറ്റിൽ റെസ്പോൺസിബിലിറ്റി ടു കൺസിഡർ ഓഡിറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് വെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്. ടീം ഓഡിറ്റിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടീം ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് ടീം ഓഡിറ്റ് എന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ആരാണ് അതിൻ്റെ ഹെഡ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഹെഡിങ് ഓഡിറ്റ് ടീം. ഓഡിറ്റ് ടീമിനെ ഹെഡ് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഹെഡിങ് ദ ഓഡിറ്റ് ടീമാണ് ആ ഒരു സർട്ടിഫിക്കറ്റും റിപ്പോർട്ട്സും ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഫോർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, അവിടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതുപോലെ ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസ് മോർട്ടഗേജ് ബാങ്ക്സ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ കോളം നമ്മൾ നന്നായി പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോസ് ഇൻകം, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ, അഗ്രഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ്, സെയിൽ പ്രൊസീഡ്സ്, ഇതിലേത് വെച്ചിട്ടാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അവർ ഏത് ടൈപ്പാണെന്ന് ജസ്റ്റ് നോക്കി പഠിച്ചു വെക്കണം കേട്ടോ. ആ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് എ സമ്മറൈസ്ഡ് ഫോം ഓഫ് ഓഡിറ്റ് നോട്ട്. ഓഡിറ്റ് നോട്ടിൻ്റെ സമ്മറൈസ്ഡ് ഫോമാണ് വിച്ച് കണ്ടെയ്ൻസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം കൂടി കൊടുക്കും അല്ലേ, രേഖ കൂടി കൊടുക്കും. അതൊരു ബുക്കാണ്, ഒരുമിച്ചുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിനെന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓഡിറ്റ് പ്രോഗ്രാം ആണോ, ഓഡിറ്റ് സ്കെഡ്യൂളാണോ, ഓഡിറ്റ് മെമ്മറാണ്ടം ആണോ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണോ. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും ചേർത്ത് വെക്കേണ്ട കാര്യമാണ് ഓഡിറ്റ് മെമ്മറാണ്ടം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്ലസ് ഓഡിറ്റ് മെമ്മറാണ്ടമാണ് ഒരുമിച്ചൊരു ബുക്കാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് എമൗണ്ട് പേയബിൾ ബൈ ദ സൊസൈറ്റീസ് ടു ദ ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ഇഫ് ദ റിസീവ് ദ സർവീസ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കൺകറൻറ്റ് ഓഡിറ്റർക്ക് കൊടുക്കുന്ന പിന്നെ പേയ്മെൻറ്റ് എങ്ങനെയാണ് അറിയപ്പെടുക എന്നാണ്. ഓഡിറ്റ് ഫീ ആണോ, ഓഡിറ്റ് എക്സ്പെൻസ് ആണോ, ഓഡിറ്റ് സർവീസ് ആണോ, ഓഡിറ്റ് കോസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓഡിറ്റ് ഫീസ് അടയ്ക്കുക നമ്മുടെ നോർമൽ ഓഡിറ്റേഴ്സ് ആകുമ്പോൾ, കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3-4 സൊസൈറ്റിക്ക് ഒരു ഓഡിറ്ററാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കൂട്ടം അവർ ഒരുമിച്ചാണ് എടുക്കുന്നത് ഒരു ഓഡിറ്ററിന്. അപ്പോൾ അതാണ് അല്ലെങ്കിൽ ഒരു വലിയ സൊസൈറ്റിക്ക് ഒറ്റയ്ക്കൊരു ഓഡിറ്റർ കേട്ടോ.
അപ്പം അങ്ങനെ ആകുമ്പം ഓഡിറ്റ് കോസ്റ്റാണ് അടയ്ക്കേണ്ടത്. അപ്പം മുൻകൂട്ടി തന്നെ ഓഡിറ്റ് കോസ്റ്റ് ആളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൽ ട്രഷറിയിൽ മുൻകൂട്ടി തന്നെ അടച്ചാൽ മാത്രമേ ഇങ്ങനത്തെ കൺകറൻറ്റ് ഓഡിറ്റേഴ്സിനെ അവർക്ക് വിട്ടുകൊടുക്കുള്ളൂ കേട്ടോ. സോ കുറച്ച് വലിയ സൊസൈറ്റി ആയിരിക്കും, അവരുടെ തന്നെ ചെയ്യാനുണ്ടായിരിക്കും ഒരു ഓഡിറ്റർക്ക്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ 4-5 സൊസൈറ്റികൾ ഒരുമിച്ചൊരു കൺകറൻറ്റ് ഓഡിറ്ററെ വയ്ക്കുക, അങ്ങനെയാവാം. ഏതായാലും ഓഡിറ്റ് കോസ്റ്റാണ് അവർ അടയ്ക്കേണ്ടത്. അത് മുൻകൂട്ടി അടയ്ക്കണം ട്രഷറിയിൽ. അടുത്തത് ഐഡൻറ്റിഫൈ ദ സൊസൈറ്റീസ് ദാറ്റ് ആർ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യാത്തതാണ്, നോട്ട് എക്സംപ്റ്റഡ് ആണ്, ശ്രദ്ധിക്കണം. ഫാമിംഗ് സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ആണ്, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് എക്സംപ്റ്റഡ് ആണ്, ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് അവർ എക്സംപ്റ്റഡ് അല്ല കേട്ടോ. പിന്നെ ഹരിജൻസും ഗിരിജൻസും അതും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ആണ് കേട്ടോ. അടുത്തത് ഡാഷ് ഷുഡ് ബി അപ്പൻഡഡ് ടു ദ ഓഡിറ്റ് നോട്ട് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റ് നോട്ടിൻ്റെ കൂടെ ഓഡിറ്റർ അപ്പൻഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ ആണോ, സമ്മറി ഓഫ് ഡിഫക്ട്സ് ആണോ, റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഓവർ ഡ്യൂ ഡെറ്റ്സ് ആണോ. അതായത് സമ്മറി ഓഫ് ഡിഫക്ട്സ് ആണ് എന്തിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വെക്കുന്നത്, ഓഡിറ്റ് നോട്ടിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വെക്കുന്നത് സമ്മറി ഓഫ് ഡിഫക്ട്സ് ആണ്, അവർ കണ്ടെത്തിയ ഡിഫക്ട്സുകൾ കേട്ടോ. അടുത്തത് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവറോൾ കൺട്രോൾ ഓവർ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിന് റെസ്പോൺസിബിൾ, ഓവറോൾ കൺട്രോൾ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ് ആരാണ് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആരായിരിക്കും റെസ്പോൺസിബിൾ? ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ആണോ, അഡീഷണൽ ഡയറക്ടറാണോ, ഡെപ്യൂട്ടി ഡയറക്ടറാണോ, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണോ, ആരാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഭാഗത്ത്? അപ്പോൾ അത് DCA തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ ഓഫ് ഓഡിറ്ററാണ് ഇവിടെ ഓവറോൾ കൺട്രോൾ, ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എല്ലാം മുകളിലിരിക്കുന്നത് ആളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കീം സെറ്റിംഗ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് വർക്ക് ടു ബി ഡൺ ഇൻ ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ഒരു കറക്റ്റ് ടൈമിൽ, ഫിക്സഡ് ടൈമിൽ, ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഓരോ മാസവും അത് സ്കീമുണ്ടായിരിക്കും, അവർ വർക്ക് ചെയ്യേണ്ടതിൻ്റെ സ്കീമുണ്ടായിരിക്കും. അത് എഴുതി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ചെയ്യുന്നതിൻ്റെ കോഴ്സ് ഓഫ് ഓഡിറ്റ് എങ്ങനെയാണ് ഫിക്സഡ് ടൈമിൽ എന്നതിനെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയ സ്കീമിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആ സ്കീമിൻ്റെ പേര് എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം എന്താണ് കേട്ടോ, ഓഡിറ്റ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓഡിറ്റിങ്ങിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരും. നമുക്ക് ഓഡിറ്റിംഗ് അങ്ങനെ CSEBയിൽ പ്രത്യേകിച്ച് ഒരു സിലബസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മുടെ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും ഓഡിറ്റിംഗ് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ നമ്മുടെ ലോയുടെ ഭാഗത്തു നിന്നുള്ള ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ഓഡിറ്റിംഗ് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഡിറ്റിംഗ് മാറ്റി നിർത്തരുത്, നിർബന്ധമായിട്ട് ഓഡിറ്റിങ്ങും എല്ലാവരും കവർ ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്കും നമ്മൾ മാറ്റി വയ്ക്കാതെ പഠിക്കുക. കാരണം സിലബസ് ഉണ്ട്, കറക്റ്റായിട്ട് സിലബസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. കൂടാതെ നമുക്കറിയാവുന്ന ഫാക്റ്റും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്ത് പോയാൽ അങ്ങനെ അഥവാ കയറി ചോദിച്ചാലും നമുക്ക് ആ മാർക്ക് വെറുതെ കളയണ്ടല്ലോ. അപ്പം ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നാളെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക് യു.